ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ ഫ്രഷൊക്കെ ആയി വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് കർക്കിടക വാവായത് കൊണ്ട് തന്നെ വീട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ കൊടുക്കും. നമ്മളിങ്ങോട്ടേക്കൊക്കെ അധികം വീട്ടിലൊക്കെ കൊടുക്കും. മരിച്ചവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് സന്ധ്യാസമയം വിളക്കൊക്കെ കത്തിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലേ. അപ്പോൾ നമ്മളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ മുട്ട പൊരിച്ചത്, പഴം പുഴുങ്ങിയത്, പിന്നെ ചായ, ഇതൊക്കെയായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ ഞങ്ങൾ അമ്മ ഇലയിൽ ഇപ്പം കണ്ടില്ലേ, ഇലയിൽ കുറച്ച് അവിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 5 ഇല, പിന്നെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അത് എല്ലാവരും നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം പഴംപൊരി കുറച്ച് ഓരോ ഇലയിൽ വെച്ചു. പിന്നെ കുറച്ച് പൊക്കുവട ഓരോ ഇലയിൽ വെക്കുന്നുണ്ട്, മുട്ട ഓരോ ഇലയിൽ വെക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊരു ചായ. ഇതൊക്കെ നമ്മൾ ഓരോരോ സങ്കല്പങ്ങളാണ് കേട്ടോ. പിന്നെ പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളും അങ്ങനെ പിന്തുടർന്ന് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മേൻ്റെ അമ്മ കഴിഞ്ഞ കൊല്ലമാണ് മരിച്ചത്. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കിക്കണ്ട് വെച്ചിട്ടാണ് ഇക്കൊല്ലം കൊടുക്കുക എന്നുള്ള രീതിയിൽ നിന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഇലയിലും നമ്മൾ ഏകദേശം ഫുള്ളായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഓരോന്നോരോന്ന് കുറേശ്ശെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താക്കും, ഇത് പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അരി കുടഞ്ഞിട്ട് നമ്മൾ റൂം അടച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എന്ന് മുട്ടി നോക്കിയിട്ട് നമ്മൾ വീണ്ടും വാതിൽ തുറക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്താക്കുകയാണ്, ഫുള്ള് റൂമൊക്കെ അടച്ച് നമ്മൾ കോനായിലേക്ക് പോവുകയാണ്. ഡോറൊക്കെ അടച്ച് നമ്മൾ കോനായിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമ്മളെന്താ കുറച്ച് നേരം പുറത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോറൊക്കെ അടച്ചിട്ട് കോനായിലിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് നോക്കുകയാണ്. അതാ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തത് ഫോണിൽ കുടുങ്ങി പോയാലോ എന്ന്, അങ്ങനെ പ്രേതം ടൂരുള്ളത് പോലെ. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നു. അപ്പം നല്ലൊരു മഴ പെയ്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മേനോട് പോയോ ചോദിക്കാൻ കാണുന്നത്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി അതൊക്കെ എടുത്ത് കഴിച്ചു. ഇന്നത്തെ വ്ളോഗ് ഇതാട്ടോളൂ. ഓക്കെ, ബൈ.